ഗസയെ പട്ടിണിക്കിടാനാണ് ഇസ്രായേലിന്റെ തീരുമാനമെങ്കിൽ ചെങ്കടലിൽ അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് ഭീഷണിയുമായി ഹൂതികൾ രംഗത്ത്. ഗസയിലേക്കുള്ള സഹായ വിതരണം പുനരാരംഭിച്ചില്ലെങ്കിൽ ഇസ്രായേലി കപ്പലുകൾക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ അറിയിച്ചത്. ഉപരോധം ശക്തമാക്കിയും ഗാസ മുനമ്പിലേക്കുള്ള ഏക വൈദ്യുതി ലൈൻ മുറിച്ചും ഗസയിൽ പട്ടിണി ഉണ്ടാക്കാൻ ഇസ്രായേൽ ലക്ഷ്യമിടുന്നുവെന്ന് ഖത്തറും ജോർദാനും ആരോപിക്കുന്നതിനിടെയാണ് ഹൂത്തികൾ ആക്രമണ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇസ്രായേലി ശത്രുക്കൾ ഗാസ മുനമ്പിലേക്ക് സഹായം എത്തുന്നത് തടയുന്നത് തുടർന്നാൽ ഞങ്ങൾ ഇസ്രായേലിനെതിരെയുള്ള നാവിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്ന് ഹൂതി വിമത നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി ഒരു ടെലിവിഷനിലൂടെ കഴിഞ്ഞ ദിവസം അറിയിച്ചു. യമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂത്തികൾ ഗാസ യുദ്ധസമയത്ത് ചെങ്കടലിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ടതും മറ്റു കപ്പലുകളും ലക്ഷ്യമാക്കി നിരവധി ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചിരുന്നു. ജനുവരിയിൽ വെടിനിർത്തൽ ആരംഭിച്ചതോടെ ഇത് അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ നിലവിൽ ഗസയിലെ അവസ്ഥയിൽ 2 മാസം മുമ്പ് നിർത്തിവെച്ച ആക്രമണം വീണ്ടും തുടരുമെന്നാണ് ഇപ്പോൾ ഹൂതികൾ അറിയിച്ചിരിക്കുന്നത്. പരിശുദ്ധ റമദാൻ മാസത്തിൽ ഭക്ഷണത്തിനും മറ്റും കടുത്ത ക്ഷാമമാണ് ഗസയിൽ നേരിടുന്നത്. നോമ്പ് തുറക്കാനും അത്താഴത്തിനും മതിയായ ഭക്ഷണമില്ലാതെയാണ് വിശ്വാസികൾ നോമ്പനുഷ്ഠിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഉപരോധ നടപടി തുടർന്നാൽ വരും ദിവസങ്ങളിൽ നിലവിൽ ലഭ്യമായ ഭക്ഷണം കൂടി ഇല്ലാതാകുന്നതോടെ ഗസ മുഴുപട്ടിണിയിലാകും. വെടിനിർത്തൽ കരാർ പ്രകാരം പുറത്തുനിന്നുള്ള സഹായം ഗസയിലേക്ക് എത്തുന്നത് തടയില്ലെന്ന് ഇസ്രായേൽ വാക്ക് നൽകിയിരുന്നെങ്കിലും സഹായം എത്തുന്നത് തടയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഗസയ്ക്കും ഈജിപ്തിനുമിടയിലുള്ള ഈ അതിർത്തി പ്രദേശം ഇസ്രായേൽ സൈന്യം ഇപ്പോഴും കൈവശപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇതോടെ സഹായം ഗസയിലേക്ക് എത്തുന്നത് തടയുകയാണെന്നും ഹമാസ് പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇന്ന് ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ ചെങ്കടലിൽ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾ വീണ്ടും ആക്രമിക്കുന്ന ഭീഷണിയുമായി യമനിലെ ഹൂത്തികൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ആദ്യ മുന്നറിയിപ്പ് എന്ന നിലയിൽ ഉപരോധം പിൻവലിക്കാൻ 4 ദിവസത്തെ സമയം നൽകിയിരുന്നു. ഇത് അവസാനിക്കുന്ന ഇന്ന് ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ നാളെ മുതൽ ആക്രമണം ഉണ്ടാകും. നേരത്തെ ഗാസ മുനമ്പിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുന്ന സമയത്ത് അന്ന് ഇസ്രായേലിനെതിരെ ഹൂത്തികൾ ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു. നിരവധി തവണയാണ് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അവർ പ്രയോഗിച്ചത്. ദിവസേന എന്നോണം ആക്രമണങ്ങൾ നടത്തിയിരുന്നു. പല മിസൈലുകളും ഇസ്രായേൽ തടഞ്ഞു നിർത്തിയെങ്കിലും ദശലക്ഷക്കണക്കിന് ഇസ്രായേലികളാണ് അർദ്ധരാത്രിയിൽ ഷെൽട്ടറുകളിലേക്ക് ഓടിയൊളിക്കേണ്ടി വന്നത്. ചില ഡ്രോണുകളും റോക്കറ്റുകളും ഇസ്രായേലിൽ പതിച്ച് വൻ നാശമാണ് ഇസ്രായേലിനുണ്ടായത്. തലസ്ഥാനമായ ടെല്ലവീവിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. ഇവിടുത്തെ ഒരു സ്കൂൾ പൂർണ്ണമായി തകർക്കുകയും തെക്കൻ റിസോർട്ട് നഗരമായ എയ്ലാറ്റ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ഏറെ നാശനഷ്ടമുണ്ടാക്കാനും ഹൂത്തികൾക്ക് അന്ന് സാധിച്ചിരുന്നു. ഇതിനു പുറമെയാണ് കടലിലും ഇസ്രായേൽ അനുകൂല കപ്പലുകളെ തിരഞ്ഞുപിടിച്ച് ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നത്. ഈ ആക്രമണം വീണ്ടും തുടരുമെന്നാണ് ഇപ്പോൾ അവർ ഭീഷണി മുഴക്കിയിരിക്കുന്നത്.